എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന സംസാരിച്ച് കഴിഞ്ഞ് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അലീന എല്ലാ കാര്യം മാമച്ചനങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നത്. പിന്നീട് ബാലചന്ദ്രനും കാര്യങ്ങളൊക്കെ മാമച്ചായനോട് പറയുകയാണ്. എനിക്കിങ്ങനെ എൻ്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നൊക്കെ മാമച്ചനോടും കാര്യങ്ങൾ പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കതിൻ്റെ വശങ്ങളൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ സൗകര്യം പോലെ അലീനേനെയും കൂട്ടി ഇവിടെ ഒന്ന് വരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നാളെ തന്നെ വരാമെന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കും. എന്നിട്ട് അലീനയോടും പറയുന്നുണ്ട് നമുക്ക് നാളെ എറണാകുളം വരെ പോകണം, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പോവാ അച്ഛാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ അവിടെ ഇരിക്കും. എനിക്കിപ്പോഴാണൊന്നും ആശ്വാസമായത് എന്നൊക്കെ പറഞ്ഞ് അലീന കൊണ്ടുവച്ച ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മനു വീട്ടിലേക്ക് വരികയാണ്. വന്ന് കമല ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് എവിടെ പോയിട്ട് വരികയെന്ന്. അപ്പോൾ മനു പറയും ഞാൻ കടപ്പാട്ടൂരും പോയി ഹോസ്പിറ്റലിലും പോയി എന്ന് പറയും കേട്ടോ. രാജീവൻ അവിടെ ഇരുന്നിട്ട് പോകാനുള്ള ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചച്ഛൻ ഇപ്പം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യൽ തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ഇവിടെ, അപ്പോൾ നാളെയല്ലേ പോകുന്നത്, അതുകൊണ്ട് ഒക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മനു പറയുന്നത് പോകുന്നതിന് മുന്നേ വൈജാൻറ്റീനോടും ബാലചന്ദ്രൻ അങ്കിളിനോടും ഒന്ന് സംസാരിക്കണം കേട്ടോ അങ്കിളെന്ന്. അപ്പോൾ ഇനി എന്നെ സംസാരിക്കാനാ, അവർ കൊച്ചു കുട്ടികളൊന്നുമല്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനമെടുത്ത് എന്താ ചെയ്യട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോഴാണ് മനു പറയുന്നത് വൈജാൻറ്റി വാടക വീട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ കമല പറയുന്നുണ്ട് രണ്ട് കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന അവളെ എങ്ങനെ അവിടുന്ന് പോവുക, അതുപോലെ തന്നെ അവൾക്ക് എന്നെ ചെയ്യാൻ പറ്റും ഒരാൾ സഹായത്തിനില്ലാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ശിവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാടക വീട് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ശിവനും അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് എന്തിൻ്റെ കേടാ, വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാജീവൻ പറയുകയാണ് ശരിക്കും ഇങ്ങനെ വൈജയനെ ഒരു ആംബുലൻസിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയിട്ട് കടപ്പാട്ടൂരിൽ ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ എന്നാൽ പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പറയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല, കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ വൈജാൻറ്റി പോലീസിനെയും വക്കീലിനെയും ഒക്കെ വിളിക്കും, സഹായത്തിന് ആളും വരും, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ ആങ്ങളമാരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് പെങ്ങൾ തോന്നിയ പോലെ നടക്കുന്നതെന്ന് പറയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് കമലയെടുത്തി വൈജിക്ക് സപ്പോർട്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ അലീനയ്ക്കെതിരെയാണ് വൈജയനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരെയും കണ്ടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കുടുംബം ചിന്നി ചിതറി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാനുള്ള വിഷമം കൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ മനു പറയുന്നുണ്ട്. അതുപോലെ ബബിത തോന്നിയ വഴിക്ക് പോവും, അതുപോലെ തന്നെ വൈജാൻറ്റിയുടെ ജീവിതവും ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ മുന്നിൽ ചെന്ന് നാണം കിടണമെന്നാണ് രാജീവൻ ചോദിക്കുന്നത്. അപ്പോൾ മനു അറിയും സ്വന്തം പെങ്ങളല്ലേ, നാണം കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ വാടക വീട് എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ബ്രോക്കർ വഴി നടക്കുമല്ലോ, വീടും ഒക്കെ വൈജാൻറ്റി ഫോണിൽ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടു, അതുകൊണ്ട് വാടക വീട് എടുത്തു എന്ന് എന്നോട് പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്ന് പറയും. അപ്പോൾ രാജീവനും ശിവനും രാവിലെ തന്നെ പോയി സംസാരിക്കാമെന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീനും ബാലചന്ദ്രനും എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബബിത ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരികയെന്ന്. അപ്പോൾ അതൊന്നും അറിയില്ല, എന്തായാലും തിരിച്ചു വരും, ആരെ കാണണം എവിടെ പോകണം എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകും. പിന്നീട് കൃഷ്ണമോളോട് സ്കൂളിൽ പോകാനുള്ള ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു സംശയമില്ല, പോയി തന്നാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ തമാശയ്ക്ക് കൃഷ്ണമോളുടെ ചെവിയൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. പിന്നീട് ബബിതയോട് പറയുന്നുണ്ടായിരുന്നു കൃഷ്ണമോള് സ്കൂളിൽ പോയാൽ നീ ഒറ്റയ്ക്കാണ്, വാതിലടച്ചിരുന്നോണം, ഇങ്ങനെ മുടിയന്മാരെയും പിടിച്ച് ഇങ്ങനെ കയറ്റരുത് വീട്ടിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും അലീന. അവർ പോയി കഴിഞ്ഞ ശേഷം ബബിത കൃഷ്ണമോളോട് പറയുകയാണ് എനിക്ക് അവളുടെ സംസാരം അങ്ങ് അത്രയ്ക്ക് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് സംസാരം പിടിക്കാത്തതെന്ന് നോക്കിയോട്ടെ കൃഷ്ണമോള്, അവൾ പറഞ്ഞത് കേട്ടില്ലേ, ആരെയും വിളിച്ച് വീട്ടിൽ കയറ്റരുത് എന്നുള്ളത്. അത് അലീന ചേച്ചി പറഞ്ഞത് ശരി തന്നെയല്ലേ, ബബിത ചേച്ചി അങ്ങനെ നേരത്തെ വീട്ടിൽ വിളിച്ച് ആളെ കയറ്റിയിട്ടില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് ശരി തന്നെയാണ് എന്ന് പറയാം. അപ്പം അലീന ചേച്ചി നേരത്തെ കണ്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കൃഷ്ണമോള് പോവുകയും ചെയ്യും കേട്ടോ. പിന്നീട് കൃഷ്ണമോള് ബബിത ഡോറൊക്കെ അടച്ച് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോള് വീട്ടിലേക്ക് വരുന്നതാട്ടോ കാണിക്കുന്നത്. വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കും. അപ്പോൾ ബബിത വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ സ്കൂളിൽ പോയിട്ട് തിരിച്ച് പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് സ്കൂളില്ലായിരുന്നു എന്ന് പറയട്ടെ കൃഷ്ണമോള്. അപ്പോൾ നിനക്ക് സ്കൂളില്ലാത്ത കാര്യം നേരത്തെ അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ പോയിട്ട് എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നതല്ലേ എന്ന് ചോദിക്കുക. കുറച്ച് ദേഷ്യത്തിലാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുകയാണ് എന്നാൽ പിന്നെ എല്ലായിടത്തും കയറി നോക്ക്, ഞാനിവിടെ ആരൊക്കെയാണ് വിളിച്ച് വരുത്തിയിട്ടുള്ളത് എന്ന് പറയും കേട്ടോ. അപ്പോൾ വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് കൃഷ്ണമോള് പറയുകയാണ് കേട്ടോ. പിന്നീടാണ് കാര്യം പറയുന്നത് അവരുടെ സ്കൂളിലെ ഒരു സാറ് ഹാർട്ട് അറ്റാക്കായി
ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ബബിതേനെയും പഠിപ്പിച്ചിട്ടുള്ള സാറാണ് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ പഠിപ്പിച്ചതാണല്ലോ സാറേ, അദ്ദേഹം റിട്ടയർഡ് ആയിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, ഈ ഒരു വർഷം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് കയറും, ഡോറൊക്കെ അടയ്ക്കും. പിന്നീട് ബബിത പറയുകയാണ്, എനിക്ക് നീ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്തൊന്ന് പോവായിരുന്നു എന്ന് പറയുമ്പോൾ ചേച്ചി പോയിക്കോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്കും അവിടെ കയറിയിട്ട് പോരായിരുന്നു എന്നൊക്കെ കൃഷ്ണമോളോട് ബബിത പറയുമ്പോൾ ഞാനും അത് ആലോചിച്ചതാണ്. പിന്നീട് അമ്മേനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷനും കൂടെ കൂടും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാന്ന് പറയും കേട്ടോ. പിന്നീട് കൃഷ്ണമോൾ അവിടെ ചെന്നിരിക്കും, യൂണിഫോം ഒന്നും മാറാതെ. അപ്പോൾ നീ എന്താ ഡ്രസ്സൊന്നും മാറാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് പോയിട്ടില്ലെങ്കിൽ എന്താ ഫൈൻ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നാണ് കൃഷ്ണമോൾ പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അച്ഛനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിതേനോട്. അപ്പോൾ ബബിത വിളിച്ചിട്ടില്ല എന്ന് പറയും. ഞാൻ എന്തിനാണ് വിളിക്കുന്നത്, അച്ഛൻ അലീനയുടെ കെയർ ഓഫിൽ അവളെ വിളിച്ചുകൊണ്ട് പോയതല്ലേ എന്ന് പറഞ്ഞു. ഭയങ്കര ദേഷ്യത്തിലാട്ടോ പറയുന്നത്. അപ്പോൾ ചേച്ചി നമ്മുടെ രോഹിതേട്ടന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ അലീന ചേച്ചിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നും ചേച്ചിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ രോഹിതേട്ടൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ലേ എന്ന് ചോദിക്കും കേട്ടോ, രക്ഷിച്ചെടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു ഉറപ്പുമില്ല. പിന്നെ അച്ഛൻ നല്ല പ്രതീക്ഷയിലാണ് ആ പാലാ DYSPനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ചേച്ചി അച്ഛൻ്റെ കൂടെ പോയത് എന്ന് പറയട്ടോ. അപ്പോൾ ബബിത വിചാരിച്ചിരുന്നത് അലീനെ അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോയതാണെന്നാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെയില്ല എന്ന് ബബിതയ്ക്ക് മനസ്സിലായി. പിന്നീട് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കൃഷ്ണമോൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് 2:30 മുന്നേ എത്തണം കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബബിത അവിടെ നിന്ന് പോകുന്നത്. കൃഷ്ണമോൾ അവിടെ കിടക്കുകയും ചെയ്യും ആ സമയത്ത്. പിന്നീട് ബാലചന്ദ്രനും അലീനയും മാമച്ചായൻ്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് വീടൊക്കെ കണ്ടിട്ടൊരു സംശയം, ഇതന്നെ ആണ് മോളെ വീട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഇതന്നെയാണ് അച്ഛാ ഞാനിവിടെ വന്നിട്ടുള്ളതല്ലേ എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ കാർ ഇപ്പോൾ എവിടെ നിർത്തുക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ വേണേലും നിർത്താം എന്നറിയട്ടോ അലീന. സാധാരണ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിർത്താറുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും പറയുന്നുണ്ട്, ഇത് വീട് തന്നെയാണോ അതോ ഇനിയിപ്പോൾ വല്ല ഭൂസ്വാമിമാർക്കും ഇങ്ങനെ താമസിക്കാനുള്ള വേനൽക്കാല വസതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, ഇത് വീട് തന്നെയാണ് അച്ഛൻ കയറി വാന്ന് പറയും കേട്ടോ. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കും ചെന്നിട്ട്. അപ്പോൾ ഗ്രേസമ്മ അങ്ങനെ ഡോറിൻ്റെ അതിലൂടെ നോക്കിയിട്ടാണ് കേട്ടോ അലീനയും ബാലചന്ദ്രനും അവിടെ നിൽക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് അവരെ കാണുമ്പോൾ. അപ്പോൾ അലീനയാണെങ്കിലും ഗ്രേസമ്മേനോട് പറയുന്നുണ്ട്, ആൻറ്റി അച്ഛനെ അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതല്ലേ എന്ന് പറയേ. അപ്പം അതെ, അന്ന് കണ്ടതാണ്. ബാലചന്ദ്രൻ അന്ന് ഇങ്ങനെ നല്ല മൂഡിലല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാലചന്ദ്രനാണെങ്കിലും ഗ്രേസമ്മേനോട് പറയും, അന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് റഫായിട്ട് സംസാരിച്ചു, സോറി കേട്ടോ എന്ന് പറയും. അപ്പോഴേക്കും മാമച്ചായനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, ആരാ അവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താ അവിടെ തന്നെ നിന്നത്, കയറി വാ എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നമ്മളന്ന് അങ്ങോട്ടേക്ക് പോയ കാര്യങ്ങളൊക്കെ പറയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ, അതൊന്നും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് ബാലചന്ദ്രനോട് കയറി വരാൻ പറയും, അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനെ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ഇല്ലേ ഇവിടെ, അലീനയുടെ അനിയത്തിന്ന് നോക്കി കേട്ടോ. അപ്പോൾ അവൾ കോളേജിൽ പോയിരിക്കുകയാണ്, അവൾക്കിന്ന് കോളേജിൽ എന്തോ പ്രോഗ്രാം പോകാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോയതാണെന്ന് പറയട്ടെ. അവൾ ഉച്ചയ്ക്ക് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും അവൾ പറ്റിച്ചോന്ന്. അപ്പോൾ അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവൾ വന്നിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നുള്ളത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ വന്ന കാര്യം പറയുകയാണ്, ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ പീഡന കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടി അലീനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പക്ഷേ അവൾ അത് മറ്റെവിടെയും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ആ പെൺകുട്ടിയായിട്ട് നല്ല അടുപ്പാണല്ലേ എന്ന് പറയുമ്പോൾ അതെ, അവൾ 2-3 തവണ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അലീന വിചാരിച്ചാൽ കാര്യം നടക്കില്ലേ, അലീനയ്ക്ക് അവളെ നിർബന്ധിക്കാലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അലീന കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ അവളെ അങ്ങോട്ട് കയറ്റിയില്ലല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. മാമച്ചായനും അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ആ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പോലീസിനെ കൊണ്ട് ഇങ്ങനെ പോലീസിനോട് പറഞ്ഞിട്ട് അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ മാമച്ചായൻ ചോദിക്കുമ്പോൾ പോലീസ് അങ്ങനെയൊന്നും ചെയ്യില്ല, പോലീസിനോട് പെൺകുട്ടി സത്യം പറഞ്ഞതായിരുന്നു, പക്ഷേ അവർ ഇങ്ങനെ എൻ്റെ മകൻ്റെ പേരും കൂടെ അതിൽ പ്രതി ചേർക്കുമായിരുന്നു എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റേഷനിലുള്ള ഒരു ഓഫീസർ തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ ശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പാലാ DYSP പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ബാലചന്ദ്രനാണെങ്കിലും.
രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവൻ്റെ ലൈഫ് ഇല്ലാതായി പോവില്ലേ? ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നം മാത്രമല്ല, അവൻ്റെ ലൈഫും കൂടെ ഇല്ലാതായി പോകുന്ന കാര്യമാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞ ശേഷം എനിക്കിങ്ങനെ ഒരു സമാധാനമില്ല ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ മാമച്ചായനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് കുര്യച്ചനെ ഒന്ന് വിളിച്ച് നോക്കാമല്ലേ എന്നിങ്ങനെ ഗ്രേസമ്മേനോട് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയും വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്ത് കൊണ്ടുവരാമെന്ന് പറയും കേട്ടോ. കുര്യച്ചനെ മാത്രം വിളിച്ചാൽ പോരാ, ജോബിച്ചായനെയും മീരേനെയും വിളിക്കണം, അവരും വീട്ടിലുണ്ടോ എന്ന് അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രേസമ്മ അവിടുന്ന് ഫോൺ എടുക്കാനായിട്ട് അങ്ങ് പോവേ. അപ്പോൾ അലീനയും പിറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുര്യച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുര്യച്ചനെ വിളിച്ചിട്ട് അങ്ങനെ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന എന്താ, ഞാനൊരു സീരിയസ് കാര്യം പറയാനാണ് വിളിച്ചതെന്ന് ഇങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, ഇതിപ്പോൾ എന്താടി കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയും കേട്ടോ. അന്ന് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു അലീനയുടെ കാര്യം കേസിന് വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ ആ കൊച്ചിനെ ഇങ്ങനെ വിട്ടയച്ചതാണല്ലോ, ഇനിയിപ്പോൾ എന്താ അടുത്ത പ്രശ്നം എന്ന് ചോദിക്കും കേട്ടോ കുര്യച്ചൻ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, ഇത് അതിനേക്കാളും കുറച്ച് വലിയ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ആ ബാലചന്ദ്രനും അലീനയും ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ബാലചന്ദ്രൻ്റെ മകനാണല്ലോ ആ പ്രതികളിൽ ഒരാൾ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് കുര്യച്ചൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ അനിയനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ഹൗസ്ഫുള്ളാണ് എന്ന് പറയും കേട്ടോ. അല്ലെങ്കിലും അവരുടെ മുന്നിലൊക്കെ വെച്ച് പീഡന കേസൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുര്യച്ചനാണെങ്കിലും അതൊന്നും എടുത്ത് തലയിൽ വെക്കല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് അവർക്കിങ്ങനെ ആ ചെക്കൻ ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് സഹായം ചോദിച്ച് വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗ്രേസമ്മയാണെങ്കിലും കുര്യച്ചനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുര്യച്ചൻ പറയും, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് ഇവിടുന്ന് 1 മണിക്കൂറത്തെ ഡ്രൈവ് അല്ലേ ഉള്ളൂ, അതാ നല്ലത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒരു സമാധാനം ആവുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയേ. ഗ്രേസമ്മേനോട് അതിന് മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ കാര്യം എന്ന് ഫോണിലൂടെ പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയാണ് പറയുന്നത്, അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവത്തില്ല, നേരിട്ട് കണ്ട് പറഞ്ഞാൽ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നത് ഗ്രേസമ്മയാണ് കേട്ടോ. എന്തായാലും ഫോണൊക്കെ വെച്ച് കഴിയുമ്പോൾ ഗ്രേസമ്മയ്ക്കും അലീനയ്ക്കൊക്കെ ഒരു സമാധാനം ആവുന്നുണ്ട്. കുര്യച്ചൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, കമല വൈജയനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ അച്ഛനും ഒരൊറ്റ അമ്മയേ ഉള്ളൂ, അതുപോലെ തന്നെയാണ് വാക്കും ഒരൊറ്റ വാക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കുര്യച്ചനാണെങ്കിലും ബാലചന്ദ്രനോട് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. കുര്യച്ചൻ ചോദിക്കുന്നുണ്ട്, ആ പെണ്ണ് മൊഴി മാറ്റി പറയില്ല എന്ന് ഉറപ്പാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വൈജ പറയുന്നുണ്ടായിരുന്നു, ബബിതയോടാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്, അവൾ അധികം ദിവസം അവിടെ അങ്ങനെ സുഖിച്ച് വാഴിയില്ല, അവളുടെ തലയ്ക്ക് മീതെ എൻ്റെ പ്രാക്കുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്